സുന്നികളുടെ പോപ്പുലേഷൻ ചോദിച്ചു നോക്കൂ. ലോക മുസ്ലിം ജനസംഖ്യയിൽ ഇന്നും 80 മുതൽ 85% വരെ ലോക മുസ്ലിം ജനസംഖ്യയിൽ അഹ്ലുസുന്ന വൽ ജമാഅയെ ഫോളോ ചെയ്യുന്നവരാണ്. ഫിഖ്ഹിൽ നാലാലൊരു മദ്ഹബും അഖീദയിൽ അശ്അരി മാതുരിദി സംവിധാനങ്ങളെയും ആദർശങ്ങളിൽ ഖാദിരി ചിശ്തി പോലെയുള്ള ആത്മീയ ത്വരീഖകളെയും അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലോകത്തിന്റെ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയ ഉറപ്പാണ് അലൈക്കും ബിസ്സവാദിൽ അഅ്ലം. ഈ ഉമ്മത്തിന്റെ ഭൂരിപക്ഷം എവിടെ നിൽക്കുന്നുവോ അവിടെയായിരിക്കും ആദർശപരമായ ശരി ഉണ്ടാകുക. ആ ആദർശപരമായ ശരിയെ കേരളത്തിൽ അടയാളപ്പെടുത്തിയ സംഘശക്തിയുടെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരു നൂറ്റാണ്ട് പൂർത്തീകരിക്കാൻ ഈ സംഘ സംവിധാനം നിൽക്കുമ്പോൾ എന്താണ് സമസ്ത കേരളത്തിന് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഇവിടെ കുറെ മദ്രസകൾക്ക് അംഗീകാരം നൽകി എന്നതിനപ്പുറത്ത്, ഇവിടെ കുറെ പള്ളികൾക്ക് നേതൃത്വം നൽകി എന്നതിനപ്പുറത്ത്, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകിയ ഏറ്റവും വലിയ ഇവിടെ നിർവഹിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഈ പണ്ഡിത സഭ നിർവഹിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, മദ്രസകൾ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നത് സമസ്തയുടെ 2ാം സ്ഥാനത്തുൾ നിൽക്കുന്ന കാര്യമാണ്. സമസ്തയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്, ഒരു നൂറ്റാണ്ടുകാലമായി സമസ്തയുടെ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്, ഈ ഉമ്മത്തിന്റെ ഈമാൻ ബിദ്അത്തിന്റെ തസ്കരക്കൂട്ടങ്ങൾ കൊള്ള ചെയ്തു കൊണ്ടുപോകാതിരിക്കാൻ, ബിദ്അത്തിന്റെ ശക്തികൾ അതിനെ കവർച്ച ചെയ്തു കൊണ്ടുപോകാതിരിക്കാൻ നിതാന്ത ജാഗ്രതയോടെ ഈ ഉലമാ ഒരു നൂറ്റാണ്ടുകാലമായി ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അതതു കാലഘട്ടങ്ങളിൽ ഇൽമിലും തഖ്വയിലും വറയിലും മുന്നിൽ നിന്ന മഹാത്മാക്കളാണ് ഓരോ കാലഘട്ടത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ചിട്ടുള്ളത്. 1920കളുടെ കാലഘട്ടങ്ങളിൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള മഹാത്മാക്കൾ ഇതിന് നേതൃത്വം നൽകി. ആ കാലഘട്ടത്തിലെ ഏറ്റവും ഇൽമിലും തഖ്വയിലും വറയിലും മുന്നിൽ നിന്ന മഹാന്മാരായിരുന്നു. ശംസുൽ ഉലമ യും കണ്ണിയത്ത് ഉസ്താദിന്റെയും കാലഘട്ടം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ ഇൽമിലും തഖ്വയിലും വറയിലും മുന്നിൽ നിന്ന ഒരു പണ്ഡിത നേതൃത്വമാണ്. അന്ന് ആ സമൂഹത്തിന് യോജിച്ച ഒരു ജനതയായിരുന്നു, നേതൃത്വമായിരുന്നു അത്. ആ ജനതയ്ക്ക് യോജിച്ച ഒരു നേതൃത്വമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഇൽമിലും തഖ്വയിലും വറയിലും മുന്നിൽ നിൽക്കുന്ന 40 അംഗ മുഷാവറയുടെ ഒരു വല്ലാത്തൊരു നേതൃത്വം നമുക്കുണ്ട്. ആ നേതൃത്വത്തിന് ചുക്കാൻ പിടിക്കുന്ന, അതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹോന്നതമായ ഒരു നേതൃത്വം നമുക്കുണ്ട്. സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ നേതൃത്വം നമുക്കുണ്ട്. അല്ലാഹു റബ്ബു തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ട് പൂർത്തീകരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ ഉമ്മത്തിന് നൽകിയ വരദാനമാണ്. മഹാനായ സമസ്തയുടെ സ്ഥാപകനായിട്ടുള്ള, സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ പെട്ടിട്ടുള്ള വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ സ്ഥാപകകാല വൈസ് പ്രസിഡന്റും പിന്നീട് പ്രസിഡന്റുമായ മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തലയിൽ കൈവച്ച് ദുആ ചെയ്തിട്ടുള്ള കുട്ടിയുടെ പേരുകൂടിയായിരുന്നു സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ വേദിയിൽ ഉണ്ടായിരുന്നു. വരക്കൽ തങ്ങളുടെ പിന്നിലിരുന്നിട്ട് ആമീൻ പറയാനുണ്ടായ മഹാക്രാന്തദർശിയായ പരിപക്വനായ പണ്ഡിതൻ ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തലയിൽ കൈവച്ചിട്ട് ബറക്കല്ലാഹു ഫി ഇൽമിക്, അല്ലാഹു നിങ്ങളുടെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചനുഗ്രഹിച്ച നേതാവിന്റെ പേരാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്നത്. മഹാന്മാരായ നമ്മുടെ നേതാക്കൾ, സമസ്തയുടെ സ്ഥാപകനെന്ന് വിളിച്ചു പറയാവുന്ന നേതാവാണ് മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. സമസ്ത രൂപീകരിക്കപ്പെടുന്ന സമയത്ത് വരക്കൽ തങ്ങള് വന്യവയോധികനായി നിൽക്കുന്ന സമയത്ത് വങ്ങളുപ്പാപ്പയുടെ ആ നേതൃത്വത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ സമസ്തയെ ഇവിടെ കെട്ടിപ്പടുക്കാൻ ഓടി നടക്കുകയും തന്നെ പ്രസിഡന്റ് ആക്കണമെന്ന് പലരും പറഞ്ഞപ്പോ വരക്കൽ തങ്ങളുള്ള ഒരു വേദിയിൽ ഞാൻ പ്രസിഡന്റ് ആകാനില്ല, ഞാൻ വൈസ് പ്രസിഡന്റായി നിൽക്കാമെന്ന് അതപോടെ അച്ചടക്കത്തോടെ ആ മര്യാദയോട് കൂടിയിട്ട് ആ അഹ്ലുബൈത്തിനെയും ആ പാണ്ഡിത്യത്തെയും ആ തസവുഫിനെയും മാനിച്ച മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ഒരു മൗലിദുണ്ട്.
അദ്ദേഹം രചിച്ച ഒരു മൗലിദ് ഉണ്ട്. ആ മൗലിദ് എന്ന് പറയുന്നത് മഹാനായ ഇന്നത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സയ്യിദുൽ ഉലമയുടെ 5ാമത്തെ പിതാവായിട്ടുള്ള മഹാനായ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളെ കുറിച്ചുള്ള മൗലിദാണ്. മഹാനായ മമ്പുറം തങ്ങള് വിളിച്ചു വരുത്തിയ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങള് മമ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയ യമനിൽ നിന്ന് വന്ന് കൊടിഞ്ഞിയിൽ താമസമാക്കിയ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളെ കുറിച്ച് മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹം നേർച്ചയാക്കുന്നുണ്ട്, എൻ്റെ ഈ രോഗം മാറിക്കഴിഞ്ഞാല് ഞാൻ ഹുസൈൻ ജിഫ്രി തങ്ങളെ കുറിച്ച് ഒരു മൗലിദ് രചിക്കുന്നതാണ് എന്ന് അദ്ദേഹം നേർച്ചയാക്കുന്നു. അദ്ദേഹത്തിന്റെ രോഗം മാറുന്നു. ആ രോഗം മാറിയതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഹുസൈൻ ജിഫ്രി തങ്ങളെ കുറിച്ച് മൗലിദ് രചിക്കുന്നു. അങ്ങനെ കരുത്തുറ്റ പാരമ്പര്യമുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിൽ എല്ലാ നിലക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഏതൊരു ആദർശത്തെയാണോ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത്, അതേ പന്താവിൽ യാതൊരു വ്യതിയാനവുമില്ലാതെ യാതൊരു വൈകല്യവുമില്ലാതെ ഇതിനെ കൊണ്ടുപോകാവുന്ന ഒരു കരുത്തുറ്റ നേതൃത്വം മഹാനായ ജിഫ്രി തങ്ങളുടെയും മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം ഈ മഹാത്മാക്കൾ ആദർശം അമാനത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ദൗത്യം നമ്മളിലേക്ക് ഈ ഒരു നൂറ്റാണ്ട് കൊണ്ട് എത്തിപ്പെട്ട ഒരു ദൗത്യം, ഈ ഒരു സന്ദേശം അടുത്ത തലമുറകളിലേക്ക് എത്തിക്കുക എന്നതാണ്. യാതൊരു വൈകല്യങ്ങളുമില്ലാതെ യാതൊരു കൈകടത്തലുകളുമില്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയങ്ങളെ അടുത്ത തലമുറക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. ആദർശത്തിന്റെ പേരിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു നേതൃത്വം നമ്മുടെ മുമ്പിൽ കടന്നുപോയിട്ടുണ്ട്. ആ നേതൃത്വത്തിന്റെ ആ പിന്മുറക്കാരായി ജീവിക്കുക എന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മളുടെ മുമ്പിലുണ്ട്. ഓരോ കാലഘട്ടത്തിലും ബിദ്അത്ത് വ്യത്യസ്തങ്ങളായ ശൈലിയിൽ വരും.